ഒരു പ്രശ്നമുണ്ട്. നമുക്ക് അർജന്റായിട്ട് ഒരു ഹാർഡ് ഡിസ്ക് വേണം. ഞാൻ തന്നല്ലോ. അത് വർക്കാവില്ല, അത് പഴയ ആൽബത്തിന്റെ അല്ലേ. ഹലോ, നീ സിനിമ ചെയ്യാൻ പോണ കാര്യം മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല. മുത്തശ്ശൻ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം. അതെ, നമുക്ക് ഇപ്പത്തെ ഡേറ്റിൽ പുതിയ ഹാർഡ് ഡിസ്ക് വർക്കാക്കണേ. അതിന് മുത്തച്ഛനൊന്ന് എഴുന്നേറ്റ് ഇരുന്നാലല്ലേ എനിക്ക് അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി എടുക്കുക. ഞാൻ വൈകിട്ട് വന്നിട്ട് സംസാരിച്ചോളാം. എന്താ ഇവിടെ പരിപാടി? ആരോട് ചോദിച്ചിട്ടാടാ എന്റെ പറമ്പ് കയറി? വൈക്കൂടി പോന്നവർക്ക് കാര്യം ഇറങ്ങാനുള്ളതല്ല എന്റെ സ്ഥലം. ഷൂട്ടിംഗ് ആണ് കേട്ടോ. നീ ഇന്റെ ഒരു ഷൂട്ടിങ് ഏട്ടാ, എന്താ പ്രശ്നം? ഏട്ടനോ? ആരുടെ ഏട്ടൻ? ആരോട് ചോദിച്ചിട്ടാണോ എന്റെ പറമ്പ് കയറി പടം പിടിക്കുന്നത്? എടാ, ഞങ്ങൾക്ക് പെർമിഷൻ ഒക്കെ ഉള്ളതാണ്. ഇവനാണ് പെർമിഷൻ എടുത്തു തന്നത്. എടാ, പറഞ്ഞു കൊടുത്തടാ, പറഞ്ഞു കൊടുക്ക. പറയടാ, ആരാ നിനക്ക് പെർമിഷൻ തന്ന്? രക്ഷോടാനാ? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വട്ടിയും കൊട്ടയായിട്ട് ഇപ്പൊ ഇറങ്ങിക്കൊള്ളണേ ഇവിടുന്ന്. അയ്യോ, നമുക്ക് സമാധാനമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം പ്ലീസ്. കൊറേ നേരം ഇവൻ ഏട്ടാ ഏട്ടാന്ന് വിളിക്കുന്നു. നീ ആരാ എന്റെ? എന്ത് ബന്ധാടാ നിനക്ക് എന്നോട്? ഞാൻ എന്താ അച്ഛന്ന് വന്നേ. എന്താ വാ, വന്നേ പറയാം. പറയട്ടെ, വാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എല്ലാരും കൂടി ഇറങ്ങി പോയിക്കൊള്ളണം. അച്ഛന്ന് വിളിച്ചാ മതിയായിരുന്നു. ഇതിന്റെ ലെൻസ് പോയി. അത് കുഴപ്പമില്ല. അത് വീണില്ലോ. അതിനു മുമ്പ് നീ പിടിച്ചില്ലേ? എങ്ങനെ പിടിക്കാൻ? അമ്മാതിരി ഏറല എന്റെ അമ്മയപ്പനെ എറിഞ്ഞേ. അമ്മായോ, എനിക്കിതൊക്കെ എങ്ങനെ മനസ്സിലായി? നിന്ന് കൊഞ്ചാതെ ഇത് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. 16,000 രൂപയാണ് പോയത്. നീ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സ്പെയർ ബട്ടൺ അറേഞ്ച് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ ഇതിന്റെ കാശോ? എടേ, വെറുതെ ടെൻഷൻ ആവണ്ട. അതൊക്കെ ഈ പ്രിയശേട്ടൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യും. ചെയ്താ മതി. ഹലോ. അതെ, നിങ്ങൾ ഇവിടുന്ന് ഷൂട്ടൊക്കെ ചെയ്തോളൂ. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് കയറി ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ആ ഭാഗം അച്ഛൻ്റെയാ. അവിടെ തറവാട് പൊളിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഡംപ് ചെയ്തിട്ടിരിക്കുക. ഇത് അച്ഛൻ്റെ അനിയൻ്റെ പോർഷനാണ്. ഇവിടെ സ്ഥലം കേസിലാണ്, പക്ഷെ ഇവിടെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ അല്ലേ? ശരി. എത്ര കുലീനമായ സ്വഭാവം. ആ ഷോട്ട് എടുക്കണ്ടേ? ഇനിയിപ്പോ ഇത് നടക്കൊന്നുമില്ല. ഇത് വർക്ക് ചെയ്യുന്ന പോയി ചെക്ക് ചെയ്യട്ടെ. നാളെ രാവിലെ നോക്കാം. ഓടി വാ, വന്ന് ഞാനെ വിളിക്ക്. ഓക്കെ, അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കടാ. അതെ. നൂഹേ, സത്യം പറയാലോ, ഇതുപോലത്തെ ഒരു ഫുഡ് എനിക്ക് വേറെ ലൊക്കേഷൻ കിട്ടിയിട്ടില്ല. ഇത് എന്തൊക്കെ ഐറ്റമാണിത്? ഇത് ഇച്ചിരി ഹെവിയാണ്. ഇതെടുത്തോ. അതെ, സോറി. അല്ല, ഇന്നലെ അച്ഛൻ കുറച്ച് മോശമായിട്ട് പെരുമാറി. അയ്യോ, അതൊക്കെ ഞാൻ അപ്പോഴേ കളഞ്ഞു. ഫുഡ് കഴിക്കുന്നോ? വേണ്ട, ഞാൻ കഴിച്ചു. സിനിമ ഇതുവരെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. പിന്നെ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. മുംബൈ സിറ്റി ചാനലിലെ ആൽബം ചെയ്തിട്ടില്ലേ? അത് ഒരുപാട് മുൻപായിരുന്നു. ഓ നൈസ്. മൈസെൽഫ് വർഷ. വർഷം എനിക്ക് തോന്നുന്നു 2006, 2008 ആ വർഷമാവും. അയ്യോ, അതല്ല, ഞാൻ എൻ്റെ പേരാ പറഞ്ഞ വർഷ. നൈസ്, ക്യൂട്ട് നെയിം. ഞാൻ പ്രിയേഷ്. മൈസെൽഫ് പ്രിയേഷ്. അതെ, മാമനെ ഇംഗ്ലീഷ് കുറച്ച് വീക്കാണ് ചേച്ചി. അല്ലല്ല, പ്രിയേഷ് ഇടയ്ക്ക് സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞ സലൂൺ ഉണ്ടാവാറില്ലേ? ഞാൻ ഇടയ്ക്ക് എപ്പോഴോ കണ്ടിട്ടുണ്ട്. ഞാനും അതുവഴി പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാമൻ അതുവഴി പോകുന്ന എല്ലാ പെൺകുട്ടികളും ശ്രദ്ധിക്കാറുണ്ട് ചേച്ചി. ഒരു മിനിറ്റ്. എന്താ എന്താ എന്റെ ഉദ്ദേശം? ഈ കൊറേ നേരായി എനിക്ക് വേണ്ടി കോറസ് ഒന്നും പാടണ്ട. ഒള്ളല്ലേ പറഞ്ഞേ? ഓഹോ, എന്തിനാ പ്രിയേഷ് കുട്ടികളെ വഴക്ക് പറയുന്നത്? മാമൻ ഇങ്ങനെ ചേച്ചി എന്നെ ഭയങ്കരമായിട്ട് ചീത്ത പറയും. അയ്യോ, എന്നാ ശരി, ഞാൻ പോവാ.